അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോനിങ്ങളെ. ഇന്ന് മരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. വർക്കലയിൽ ഒരു 19 വയസ്സുകാരി ജീവനില്ലാതാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാരണങ്ങൾ ആൾ കണ്ടുപിടിക്കുകയാണ്. ഓരോ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ടാകും. അത് പടച്ചറബ്ബായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും. ഇത് അവരായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ഓരോ കാരണങ്ങൾ. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു 19 വയസ്സുകാരി ഉപ്പയെ പേടിപ്പിക്കാൻ വേണ്ടി എലിവിഷം എടുത്ത് കഴിച്ചു. ആ മോള് മരണപ്പെട്ടുപോയി. ദിവസങ്ങളോളം മരണത്തോട് മല്ലടിച്ചാണ് ആ ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. മരണത്തിൻ്റെ അവസാന നിമിഷം ആ കുട്ടി പറഞ്ഞത്, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഉപ്പ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന്. ആ പ്രവാസിയായ പാവം ഉപ്പ തൻ്റെ കയ്യിലുള്ളതൊക്കെ ആ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെലവഴിച്ചു. വൃക്ക മാറ്റി വെക്കാൻ പോലും ആ മനുഷ്യൻ തയ്യാറായിരുന്നു. പക്ഷേ ആ മോളുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾക്കാണ് ആളുകൾ ഇന്ന് മരണപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണവാർത്തയാണ്. ഓരോ മരണത്തിലൂടെയും പടച്ചറബ്ബ് നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഓരോ മരണത്തിലൂടെയും ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളെ മരണവിവരം അറിയിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുക, മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നതിനു കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. വർക്കലയിലെ ഈ ഒരു 19 വയസ്സുകാരി എങ്ങനെയാണ് മരണപ്പെട്ടത്? കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം? വല്ലാതെ നോവിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയുള്ളൂ. ഭർത്താവുമായി ഒന്നിച്ച് കഴിഞ്ഞത് 13 ദിവസം. മരിച്ചു കളയാൻ മാത്രം എന്ത് വേദനയാണ് ആ പെൺകുട്ടിക്കുണ്ടായത്, എന്ത് മനോവിഷമമാണ് ആ പെൺകുട്ടിക്കുണ്ടായത്. ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഇത് ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളും ഇത് അനുഭവിക്കേണ്ടി വരും നമ്മുടെ മക്കളിലൂടെ. മരണപ്പെട്ടിരിക്കുന്നത് വർക്കലയിലെ റാത്തിക്കൽ സ്വദേശിനി നാസിയ എന്ന 19 വയസ്സുകാരിയാണ്. വെറും 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം. ഭർത്താവുമായി ഒന്നിച്ച് താമസിച്ചത് 13 ദിവസം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആ പൊന്നുമോളെ കാണപ്പെട്ടത് ബെഡ്റൂമിൽ തൂങ്ങിയാടുന്ന നിലയിലായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. മരിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതാണ് നമുക്ക് തീരെ വിശ്വസിക്കാനാവാതെ പോയത്. സത്യാവസ്ഥ എന്താണെന്ന് പടച്ചറബ്ബിന് മാത്രം അറിയാം. പക്ഷേ നമുക്കിതൊരു അവിശ്വസനീയമാണ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള മനോവിഷമമാണത്രേ ആ 19 വയസ്സുകാരിക്ക്. എന്തിന്? കല്യാണം കഴിഞ്ഞ് 13-ാം ദിവസം ഭർത്താവ് ഗൾഫിലേക്ക് പോയതും ആ കുട്ടി വിഷാദത്തിൽ അകപ്പെടുകയായിരുന്നു അത്രേ. കല്യാണം കഴിഞ്ഞിട്ട് വെറും 2 മാസമേ ആയുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ആ കുട്ടി ഇത്രക്കാലം ജീവിച്ചിരുന്നിട്ടില്ലേ? ഇയാളെ കല്യാണം കഴിച്ചിട്ട് വെറും 2 മാസമേ ആയുള്ളൂ. ഒന്നിച്ച് ജീവിച്ചത് 13 ദിവസം. അപ്പോഴത്തേക്കും മനോവിഷമം എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് ബന്ധുക്കൾ പറഞ്ഞതാണ്. ഭർത്താവ് ഗൾഫിലേക്ക് പോയതിൻ്റെ ഒറ്റപ്പെടൽ, അത് സഹിക്കാനാവാതെ വിഷാദത്തിൽ അകപ്പെടുകയും അതിനാലാണ് ഈ മോളിങ്ങനെ ചെയ്തതെന്നും നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഭർത്താവുമായി അകന്നു കഴിയാൻ ഒരുപാട് കാലമൊന്നായില്ല. വെറും 13 ദിവസത്തെ ബന്ധമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഭർത്താവുമായി അകന്നു നിൽക്കുന്ന ആ ഒരു മനോവിഷമം ആ കുട്ടിക്കുണ്ടാവുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുട്ടി ഇത്രക്കാലം ജീവിച്ചിരുന്നിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. മക്കളുടെ സമ്മതമില്ലാതെ അവരുടെ വിവാഹം നിങ്ങൾ ഉറപ്പിക്കരുത്. പഴയകാലമല്ല, കാലം ഒരുപാടങ്ങ് മാറി. ചെറിയ മക്കളാണ്. അവർക്കും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. അവരുടെ അഭിപ്രായം കൂടി നമ്മൾ മാനിക്കണം. പെട്ടെന്ന് ഇടപെടിയെന്ന് ഇതുപോലുള്ള ചെറിയ മക്കളെടുത്ത് നമ്മൾ കാണിക്കുമ്പോൾ അവർക്ക് പല മനോവിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റായി നിങ്ങൾ കരുതിയാൽ മതി. എന്നുവെച്ചാൽ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള എത്തിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അവരാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനല്ല അവരെ കെട്ടിച്ചു വിടേണ്ടത്. നമുക്ക് അന്വേഷിക്കാം മക്കളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ എങ്ങനെയെന്ന്, അവരുടെ കുടുംബം എങ്ങനെയെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ നോക്കണം. അത് നമ്മുടെ കടമയാണ്. മക്കളെ നല്ലൊരു ഇടത്തേക്ക് പറഞ്ഞയക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ അവരുടെ അഭിപ്രായം കൂടി നമ്മൾ മാനിക്കണം. അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കണം അവരുടെ വിവാഹം. ഇതല്ലെങ്കിൽ നാളെ വലിയൊരു അനർത്ഥത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ അവസാനം നന്നായി കിട്ടാനാണ്. പടച്ചറബ്ബ് എല്ലാവരും തൊട്ട് കാക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വല്ലാത്തൊരു മരണമായി പോയി ഇത്. ഇതുപോലെ ഇനി ഒരു മക്കൾക്കും തോന്നാതിരിക്കട്ടെ.
വെറും 13 ദിവസം കൊണ്ട് ഭർത്താവുമായി അകന്നു നിൽക്കുന്ന മനോവിഷമം അത്രേ. ഭയങ്കരം കാരണമായി പോയി ഇത്. എന്നാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയായാലും ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയത്. അവർക്ക് വേണ്ടി നമുക്കിനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരാളുടെ മരണത്തിന് നമ്മൾ ആരും കാരണക്കാരായി പോകരുത്. നമ്മുടെ പിടിവാശി കൊണ്ട് ഒരാളും മരണപ്പെട്ടു പോകരുത്. അത് നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പാവം, ഈ മോളുടെ മുഖം കാണുമ്പോൾ തന്നെ സങ്കടമാവുകയാണ്. ആ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കുട്ടിയെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, പൊന്നുമോള് നാസിയ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ചെറിയ മോളാണ് റബ്ബേ. ഈ പൊന്നുമോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള തോന്നലിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നീ തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.